ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശമില്ലാതെ സമാപനം. 5 ജില്ലകൾ മറ്റന്നാൾ ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിച്ച് മുന്നണികൾ. വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് പോകുമ്പോൾ മാസ്ക് നിർബന്ധം. കുട്ടികളെ കൂടെ കൂട്ടരുതെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ 1722 പ്രശ്നബാധിത ബൂത്തുകൾ. നിരീക്ഷണം ശക്തമാക്കുമെന്ന് ഡിജിപി. സംസ്ഥാനത്ത് ഇന്ന് 4777 പേർക്ക് കോവിഡ്. 5217 പേർക്ക് രോഗമുക്തി. ഓസ്ട്രേലിയയ്ക്കെതിരായ ട്വന്റി പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ രണ്ടാം മത്സരവും ഇന്ത്യ സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ചരിത്രത്തിലാദ്യമായി കൊട്ടിക്കലാശമില്ലാതെയാണ് 5 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. 5 ജില്ലകളിലായി ആകെ 88,26,620 വോട്ടർമാരാണ് ഉള്ളത്. 24,584 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഈ മാസം 10-ന് രണ്ടാം ഘട്ടമായി കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കും. 14-ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മൂന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കും. 16-നാണ് വോട്ടെണ്ണൽ. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശമില്ലാതെ തിരശ്ശീല വീണെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിച്ച് മുന്നണികൾ. സംസ്ഥാനത്ത് പലയിടത്തും യുഡിഎഫ് ബിജെപി രഹസ്യബന്ധമാണെന്ന് സിപിഐഎം നേതാക്കൾ ആരോപിച്ചു. തോൽവി മുന്നിൽ കണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് യുഡിഎഫ് നേതാക്കൾ മറുപടി നൽകി. കൂട്ടുകെട്ട് എൽഡിഎഫും യുഡിഎഫും തമ്മിലാണെന്ന ആരോപണവുമായി ബിജെപി നേതാക്കളും രംഗത്തെത്തി. ഒന്നാംഘട്ട പരസ്യപ്രചാരണത്തിന്റെ അവസാന നാളിൽ അഴിമതി ആരോപണങ്ങളും മുന്നണികൾ പരസ്പരം ഉന്നയിച്ചു. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനാണ് 5 ജില്ലകളിലെയും സ്ഥാനാർത്ഥികൾ ഇന്നും മുൻഗണന നൽകിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള റോഡ് ഷോകൾ പലയിടങ്ങളിലും അരങ്ങേറി. കോവിഡ് വ്യാപനത്തിന് ശേഷമുള്ള സംസ്ഥാനത്തെ ആദ്യ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ. രോഗികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും രോഗവ്യാപന സാധ്യതയുണ്ട്. വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വോട്ടിനായി വീട്ടിൽ നിന്നിറങ്ങുന്നത് മുതൽ തിരികെ എത്തുന്നതുവരെ മൂക്കും വായും മൂടത്തക്ക വിധം മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം. കുട്ടികളെ കൂടെ കൊണ്ടുപോകരുത്. രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനുള്ള പേന കയ്യിൽ കരുതണം. പോളിംഗ് ബൂത്തിൽ ക്യൂവിൽ നിൽക്കുമ്പോഴും മുന്നിലും പിന്നിലും 6 അടി അകലം പാലിക്കണം. കൂട്ടം കൂടി നിൽക്കരുത്. ബൂത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നിർബന്ധമായും സാനിറ്റൈസർ ഉപയോഗിക്കണം. ബൂത്തിനകത്ത് ഒരേ സമയം പരമാവധി 3 വോട്ടർമാരെ മാത്രമേ വോട്ട് ചെയ്യാനായി കയറ്റുകയുള്ളൂ. അടച്ചിട്ട മുറികളിൽ രോഗവ്യാപന സാധ്യത കൂടുതലായതിനാൽ ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജന്റുമാരും വോട്ടർമാരും ശാരീരികാകലം പാലിക്കണം. തിരിച്ചറിയൽ വേളയിൽ ആവശ്യമെങ്കിൽ മാത്രം മാസ്ക് മാറ്റുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ വോട്ടെടുപ്പിന്റെ തലേദിവസം 3 മണിവരെ കോവിഡ് പോസിറ്റീവ് ആയവരും സമ്പർക്ക വിലക്കിൽ ഉള്ളവരും പോളിംഗ് ബൂത്തിൽ പോകേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ഇവർക്ക് പ്രത്യേക തപാൽ വോട്ട് ചെയ്യാം. തലേദിവസം 3 മണിക്ക് ശേഷം പോസിറ്റീവ് ആകുന്നവരും നിരീക്ഷണത്തിൽ പോകുന്നവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ബൂത്തിലെത്തി വോട്ട് ചെയ്യാവുന്നതാണെന്നും മന്ത്രി അറിയിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. ഇതിനായി 16,159 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 1404 ഹോം ഗാർഡുമാരെയും 3718 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിൽ പ്രത്യേക പോലീസ് സംഘങ്ങളെ നിയോഗിച്ചതായി പോലീസിന്റെ ഇലക്ഷൻ നോഡൽ ഓഫീസർ ഐജി പി വിജയൻ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ കീഴിൽ 8 കമ്പനി സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ തയ്യാറാക്കി. പ്രശ്നബാധിത ബൂത്തുകളിൽ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണവും റോന്ത് ചുറ്റലും ഉണ്ടാവും. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ 1722 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട്. പരമാവധി 13 വരെ ബൂത്തുകൾ ഉൾപ്പെടുത്തി 716 ഗ്രൂപ്പ് പട്രോൾ സംവിധാനത്തിന് രൂപം നൽകി. പോലീസിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനും അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുവാനും തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക ഇലക്ഷൻ സെൽ പ്രവർത്തിച്ചുവരുന്നു. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ നാളെ രാവിലെ 8 മണിക്ക് അതത് വിതരണ കേന്ദ്രങ്ങളിൽ ഹാജരാകണം. ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർമാർ അറിയിച്ചു. ഹാജരാകാത്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അന്നേ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കുമായി ഏർപ്പെടുത്തിയ പ്രത്യേക തപാൽ ബാലറ്റുകൾ അവരുടെ മേൽവിലാസത്തിൽ അയച്ചു തുടങ്ങിയതായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ മുഖേന താമസ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് പ്രത്യേക തപാൽ ബാലറ്റ് നൽകിവരുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ടെത്തുന്നതിനും ബാലറ്റ് നൽകുന്നതിനും അസൌകര്യം നേരിടുന്നു. അതിനാലാണ് ബാലറ്റ് തപാലിലൂടെ അയക്കുന്നത്. കൊല്ലം ജില്ലയിലും പരസ്യപ്രചാരണത്തിന് സമാപനമായി. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തെ മഴ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ ആഴ്ചകളായി നടന്നുവന്ന ആവേശകരമായ പ്രചാരണ പരിപാടികൾക്ക് 6 മണിയോടെ വിരാമമായി. ഉച്ചവരെ തെളിഞ്ഞ കാലാവസ്ഥ ജില്ലയിൽ പ്രചരണ രംഗം വളരെ ഉഷാറാക്കിയിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പാർട്ടികൾ പ്രചാരണത്തിന് പരിസമാപ്തി കുറിച്ച് ആസൂത്രണം ചെയ്തിരുന്ന വാഹന റാലികൾ, പടക്കം പൊട്ടിക്കൽ, ചെണ്ടമേളം എന്നിവയെ മഴ സാരമായി ബാധിച്ചുവെന്ന് പറയാം. എന്നാൽ തന്നെ മഴ നനഞ്ഞും ഇരുചക്ര വാഹനങ്ങളിൽ കുടപിടിച്ചും പ്രവർത്തകർ സ്ഥാനാർത്ഥിയുമായി നാട്ടിലുടനീളം പര്യടനം നടത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശം ഇത്തവണ ഒഴിവാക്കിയിരുന്നു. കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. സ്ഥാനാർത്ഥി ഉൾപ്പെടെ 3 പേർക്കാണ് നിശബ്ദ പ്രചരണ വേളയിൽ ഗൃഹസന്ദർശനത്തിന് അനുമതിയുള്ളത്. പൊതുപ്രചരണം അവസാനിച്ച ശേഷം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണം നിയമവിരുദ്ധമാണെന്ന് കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 4777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5217 പേർ രോഗമുക്തി നേടി. 28 മരണം ഇന്ന് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 51893 സാമ്പിൾ പരിശോധിച്ചു. മലപ്പുറത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ, 664 പേർ. കോഴിക്കോട് 561, തൃശൂർ 476, എറണാകുളം 474 രോഗികൾ. ഇന്ന് ഏറ്റവും കുറവ് രോഗികൾ കാസർഗോഡ് ജില്ലയിൽ 75 പേർ. 3,14,400 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിൽ ഉള്ളത്. ആകെ മരണം 2418. ഓസ്ട്രേലിയയ്ക്കെതിരായ ട്വന്റി പരമ്പര ഇന്ത്യയ്ക്ക്. സിഡ്നിയിൽ നടന്ന പരമ്പരയിലെ രണ്ടാം മത്സരം 6 വിക്കറ്റിന് ഇന്ത്യ സ്വന്തമാക്കി. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ 2 മത്സരവും ജയിച്ചതോടെ ഇന്ത്യ പരമ്പര നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് നേടി. 2 പന്ത് അവശേഷിക്കെ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. ശിഖർ ധവാൻ അർദ്ധ സെഞ്ചുറി നേടി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം മറ്റന്നാൾ സിഡ്നിയിൽ നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് 7:30 നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. ഇപ്പോൾ മുംബൈ സിറ്റിയും ഒഡീഷ FCയും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. സൈനിക സ്കൂളുകളിലെ 6, 9 ക്ലാസുകളിലെ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 18 വരെ നീട്ടി. പ്രവേശന പരീക്ഷ ഫെബ്രുവരി 7ലേക്ക് മാറ്റി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് കുട്ടിക്കലാശമില്ലാതെ സമാപനം. 5 ജില്ലകൾ മറ്റന്നാൾ ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിച്ച് മുന്നണികൾ. വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് പോകുമ്പോൾ മാസ്ക് നിർബന്ധം. കുട്ടികളെ കൂടെ കൂട്ടരുതെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ 1722 പ്രശ്നബാധിത ബൂത്തുകൾ. നിരീക്ഷണം ശക്തമാക്കുമെന്ന് DGP. സംസ്ഥാനത്ത് ഇന്ന് 4777 പേർക്ക് കോവിഡ്, 5217 പേർക്ക് രോഗമുക്തി. ഓസ്ട്രേലിയയ്ക്കെതിരായ ട്വന്റി പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ രണ്ടാം മത്സരവും ഇന്ത്യ സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR_news_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ ഇനി 7:25.